ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛനെ ആരെ കൊണ്ട് ചികിത്സിപ്പിക്കണം, ചികിത്സിപ്പിക്കണ്ടെന്ന് ഞാനും ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വേണ്ട. പോയി പണി നോക്ക്. നീ അഹങ്കാരം പറയുന്നോടി. ഇവിടെ ഈ ചികിത്സ നടക്കില്ല. എന്റെ അച്ഛനും അമ്മയും തമ്മില് തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെ അമ്മാവന് അറിവുള്ളതല്ലേ? പ്രതാപനല്ലേ തെറ്റിയിട്ടുള്ളൂ, പത്മ തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. മരണത്തെ മുഖാമുഖം കാണുകയാണ് പ്രതാപൻ. അപ്പോ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞയച്ച പത്മയുടെ സഹായം വേണ്ടി വന്നില്ലേ? അതാണ് കാലപുരുഷനായ ദൈവത്തിന്റെ കളി. കാലമെന്ന അനന്തൻ വിരിച്ച മെത്തയിൽ പള്ളിയുറങ്ങുകയല്ലേ ദൈവം. കണ്ണു തുറന്നെല്ലാം കാണുകയാണ്. അമ്മയുമായി അമ്മാവൻ സംസാരിക്കാത്തതെന്താ? എന്ത് വിഡ്ഢി ചോദ്യമാണ് രാജു നീ ചോദിക്കുന്നത്? ആ അംബിക അവിടെ നിൽക്കുകയല്ലേ. പ്രതാപനെ പരിചരിക്കുന്നത് പത്മയാണെന്നറിഞ്ഞാൽ അംബിക അടങ്ങിയിരിക്കുവോ? അപ്പോ അമ്മാവനെല്ലാം അറിയാം. അറിയാം, ഏറ്റവും ഇസഡ്. പക്ഷെ ഞാനിതൊന്നും മനഃപൂർവ്വം പഠിച്ചു വയ്ക്കുന്നതല്ല, അറിയാതെ അറിഞ്ഞു പോകുന്ന. തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ പുഴ തരംഗിണിയാകുന്നത്. അതുപോലെ സംഘർഷഭരിതമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ ജീവിതം ജീവിതമാകുമെന്നുള്ളൂ. ഇതൊക്കെ നടന്നേ പറ്റൂ. ദൈവത്തിന്റെ തീരുമാനങ്ങളാണ്. ഭഗവാൻ കൃഷ്ണൻ അന്ന് പറഞ്ഞത് ദുര്യോധന അനുസരിച്ചിരുന്നെങ്കിൽ ആ മഹായുദ്ധം ഉണ്ടാകുമായിരുന്നോ? ഇത്രയും വിധവകളും അനാഥരും ഉണ്ടാകുമായിരുന്നോ? ഇത് കഴിഞ്ഞാലും ഇവിടെ പലതും നടക്കും. ഉൾക്കണ്ണുകൊണ്ട് എനിക്കതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ കാലവ്യവസ്ഥകൾക്ക് വിപരീതമായി എനിക്കൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. മനസ്സിലായി. ശേഖരവർമ്മയല്ലേ? അതെ, ഞാന് ഒന്ന് പുറത്തു വരെ പോയിരിക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. പ്രാർത്ഥനയോടെ നിന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഒരു പ്രത്യേക ടൈപ്പ് അല്ലേ? ജീനിയസാ. പക്ഷെ ഭാവം കണ്ട വട്ടായിട്ടേ തോന്നും. രാജു യാമിനി, ഏട്ടന്റെ കാര്യത്തില് ഒരു പ്രതീക്ഷയില്ലാതെ ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ദൈവം കൊണ്ടെത്തിച്ചതല്ലേ അദ്ദേഹത്തെ? അതെ ശേഖരേട്ടാ, ദൈവാധീനം തന്നെയാ. വലിയ മിടുക്കനാന്നാ കേക്കുന്നെ. പിന്നെ ഞാനും കേട്ടിട്ടുണ്ട്. ആളുകൾ കുറെ എക്സാജറേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നേരി കണ്ടപ്പോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്തായാലും ആ മുഖത്തേക്ക് നോക്കിയാ ഒരു കാര്യം ഉറപ്പാ, ആള് കഴിവുള്ള ആള് തന്നെയാ. അതുമാത്രമല്ല, അന്യനൊന്നും അല്ലല്ലോ. പത്മേടത്തിന്റെ ആങ്ങളെ കൂടിയല്ലേ. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചികിത്സയെന്നാ അദ്ദേഹം പറഞ്ഞേ. എന്താ ഇവിടെ? പണ്ടെങ്ങോ നാട് വിട്ടുപോയി കറങ്ങി നടന്ന് തെണ്ടി തിരിഞ്ഞു വന്ന ഒരു വട്ടനെ കൊണ്ട് എന്റെ ആങ്ങളെ ചികിത്സിപ്പിക്കാൻ പറ്റില്ല. പുതിയ ഡിമാൻഡുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഡിമാൻഡ് അല്ല, കാര്യമാ പറയുന്നേ. ഏട്ടനെ ചേച്ചിയുടെ ആങ്ങളെ മാത്രമല്ല, എന്റെ ഏട്ടനും കൂടിയാ. ഋതുമോളുടെ അച്ഛനുമാ. ഋതുമോളുടെ അച്ഛനാണെന്നേ ആര് പറഞ്ഞു? നിങ്ങൾക്ക് ഇനി നിർത്താറായില്ലേ ഈ അപവാദം? എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തരികിട കാണിച്ചാലും നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഒരു വനിതാ മന്ത്രിയല്ലേ? ഈ നാടിന് എന്നെ നാണക്കേടല്ലേ? ഇത്ര ഈ സംസ്കാരം ഇല്ലാത്തൊരു സ്ത്രീ. എന്താ ഇവിടെ പ്രശ്നം? എന്താ ചെറിയ? ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു. ഏത് നല്ല കാര്യം നടന്നാലും വരുമല്ലോ ഇവരിടങ്കോലുമായിട്ട്.
എന്താ ഇപ്പൊ ഇവരുടെ പ്രശ്നം? ഇവര് പറയാ ആ ഡോക്ടർ വട്ടനാ, അങ്ങേരെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ പറ്റില്ലാന്ന്. അതാണോ പ്രശ്നം? അത് പിന്നെ ഇവരങ്ങനെയല്ലേ പറയുള്ളൂ. വർമ്മ സാറിനെ കിടത്തണമെന്നല്ലേ അമ്മയുടെയും മോന്റെയും അജണ്ട. സാർ എന്നേക്കുമായി കട്ടിലിൽ ഒതുങ്ങിയാലല്ലേ ഇവർക്ക് മന്ത്രി കസേരയിലിരുന്ന് വിലസാൻ പറ്റൂ. ഡാടാ, എന്റെ അമ്മയോട് മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കും. ഓ എന്റെ എടാ ഉവേ, നീ ഇങ്ങനെ അമ്മയുടെ അംഗരക്ഷകനായിട്ട് നടന്ന് ഈ ഇടിയെല്ലാം മേടിച്ച് ഒരു ക്ഷയരോഗിയായി പോവേ. ഒടുവിൽ നീ ചുമച്ചു കുരച്ച് നടക്കുമ്പോ ഒരു ശല്യമായിട്ട് കരുതി ഇവര് പോലും നിന്നെ അടി ഓടിക്കും. മതിയുടെ കളിയാക്കിയത്. ഞാൻ പറയുന്നതേ എന്റെ വീട്ടിലെ കാര്യമാ. ഞാൻ നടപ്പാക്കുന്ന തീരുമാനം. ഹൂ, പ്രതാപൻ എന്റെ ആംഗ്ലയാ. ഒറ്റമൂലി ചികിത്സക്കാരെ കൊണ്ട് ചികിത്സിപ്പിച്ച അവൻ ആപത്തെന്തെങ്കിലും ഉണ്ടായാലോ ഇവിടെ ആര് സമാധാനം പറയും? അതുകൊണ്ട് ആ ഭ്രാന്തനെ കൊണ്ട് എന്റെ ആംഗ്ലയെ ചികിത്സിപ്പിക്കാൻ പറ്റില്ല. പ്രതാപവർമ്മ എന്റെ അച്ഛന്. എന്റെ അച്ഛനെ ആരെ കൊണ്ട് ചികിത്സിപ്പിക്കണം, ചികിത്സിപ്പിക്കണ്ടെന്ന് ഞാനും ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വേണ്ട. പോയി പണി നോക്ക്. നീ അഹങ്കാരം പറയുന്നോടി. ഇവിടെ ഈ ചികിത്സ നടക്കില്ല. അത് പറയാൻ നീ ആരാടി? നിനക്കെന്താടി ഇവിടെ അധികാരം? എന്താടി നിനക്കിത് പറയാനുള്ള യോഗ്യത? ദേ, നീ മന്ത്രി കസേരയിലേക്ക് കേറിയതേ ഉള്ളൂ. അതെ, സ്ഥിരമായൊരു കസേരയാണെന്ന് നീ കരുതണ്ട. മനസ്സിലായോടി? നിങ്ങൾ അമ്മയും മകനും കൂടി കൊല്ലാൻ നോക്കിയ എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. പ്രാർത്ഥന കൊണ്ടും ചികിത്സ കൊണ്ടും എന്റെ അച്ഛൻ എഴുന്നേറ്റ് വരും. നിങ്ങൾ ആരാണെന്നുള്ള സത്യം അച്ഛൻ മനസ്സിലാക്കുന്ന ദിവസത്തിന് ഇനി അധിക സമയമില്ല. കരുതിയിരുന്നു അംബികെ. ദിവസങ്ങൾ എണ്ണി തുടങ്ങിക്കോ. ചെറിയച്ഛന്റെ മകളാണെങ്കിലും അമ്മ ആ അമ്മാവന്റെ പെങ്ങളല്ലേ? എന്നിട്ടെന്താ ഇതുവരെ ഒന്നും അന്വേഷിക്കാതിരുന്നെ? മോളെ, ഞാൻ തന്നെ ദേവേട്ടനെ നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. വായന, പഠനം, അന്വേഷണം ഇതില് മാത്രമായിരുന്നു മൂപ്പന്റെ ശ്രദ്ധ. ഇപ്പോഴാ ഇങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. പണ്ട് ആരോടും ഒരക്ഷരം മിണ്ടില്ലായിരുന്നു. അകലെ